أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനമായ വിഷയമെന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ വലിയ മനുഷ്യൻ വലിയ കുടുംബജീവിതം നയിക്കുന്ന ഉന്നതമായ ആൾക്കാർക്കായാലും ശരി, ചെറിയ ജീവിതം നയിക്കുന്ന ആൾക്കാർക്കായാലും ശരി, വിദ്യാഭ്യാസത്തിലായാലും ശരി, മറ്റ് സാമൂഹ്യമായ പ്രവർത്തനത്തിലായാലും ശരി, ഉന്നതമായ പദവിയിലെത്തിയിരിക്കുന്ന ആൾക്കാരായാലും ശരി, ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏത് തുറയിലും അങ്ങ് ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായാലും ശരി, പടച്ച തമ്പുരാനേ, ചില സമയങ്ങളിൽ നമുക്ക് തോൽവി സംഭവിക്കാറുണ്ട്, നമുക്ക് പരാജയം സംഭവിക്കാറുണ്ട്. നമ്മളെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം അനുഭവത്തിൽ വരുന്നത് സാധാരണയായ സംഭവങ്ങളാണ്. ഇതെല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഷർറാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹൈറും ഷർറും അള്ളാഹു തരുന്നതാണ്. ഇതൊന്നും കൊണ്ട് വിഷമിക്കരുത്. ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വചനങ്ങൾ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവലാതി കാണിക്കാതെ മനസാന്തരത കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് ഈ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അനുഗ്രഹം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പ്രയാസപ്പെടേണ്ട, ഹൃദയം കൊണ്ട് കുടിക്കണ്ട, അതിവേഗങ്ങളൊന്നും കാണിക്കാൻ പോകണ്ട, ബുദ്ധിമുട്ടിലേക്ക് ഇറങ്ങിപ്പോകണ്ട, നാട് വിട്ടു പോകണ്ട. കുടുംബജീവിതം തകർത്ത് തരിപ്പണമായി പോകുമെന്നുള്ള വിഷമം വെച്ചുകൊണ്ട് നാട് വിട്ടു പോകേണ്ട കാര്യമില്ല. മറ്റ് സാഹസികമായ പരിപാടികളൊന്നും ചെയ്യണ്ട. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ ദിക്റുകളങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മുടെ മനസ്സിലേക്ക് സമാധാനം എന്ന് പറയുന്നതായ ഒരു വലിയ ചിഹ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതിനും പിന്നെ ഭയപ്പെടണോ? സമാധാനപ്പെടുന്നവരുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾ അറിയിച്ചിരിക്കുന്നു. ക്ഷമിക്കുന്നവൻ്റെ കൂടെ ഞാനുണ്ട്. നീ പ്രയാസപ്പെടണ്ട, നിന്റെ പുറകെ ഞാനുണ്ട്. പ്രതിഫലം തരുന്നവൻ ഞാനാണ്. ബുദ്ധിമുട്ടുകൾ തരുന്നതും നിന്റെ ഭാഗത്തു കൂടിയാണ്. ആ ബുദ്ധിമുട്ടിനെ എല്ലാത്തിനെയും അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് നിന്റെ കുടുംബ ഭദ്രത ഞാൻ ഉറപ്പിച്ച് നിനക്ക് തരും. നിന്റെ കുടുംബം നന്നായി തന്നെ പോകും. നിന്റെ കുടുംബത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നല്ല പരിഹാര മാർഗങ്ങൾ തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വേവലാതിപ്പെടാതെ കണ്ട് നിങ്ങൾ ഈ ദിക്റങ്ങ് ചെല്ലണം. വലിയ പാടുന്നുള്ള ദിക്റല്ല, അത് നമസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമുണ്ട്. അല്ലാത്ത സമയങ്ങളിലും നമുക്ക് ചെല്ലാം. ഏത് സമയത്തും ചെല്ലാവുന്ന ദിക്റാണ്. ആ ദിക്ർ ചെല്ലിയാൽ പ്രയോജനമാണ്. കഴിവതും നിസ്കരിച്ചതിന് ശേഷം ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അതിന് കൂടുതൽ പ്രതിഫലം അല്ലാഹു തആല തരുന്നതാണ്. രാത്രി സമയങ്ങളിൽ ചെല്ലാം, പകലിൽ ചെല്ലാം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ദിക്റാണ്, എപ്പോഴും ചെല്ലാവുന്നതാണ്. ചെല്ലുമ്പോൾ അഹങ്കാര മനോഭാവം വെച്ച് നിങ്ങൾ ചെല്ലല്ലേ. ഞാനതാ ഈ ദിക്ർ ചൊല്ലുന്നു, അള്ളാഹു എൻ്റെ കാര്യം ഏറ്റെടുക്കും, അള്ളാഹു തആല എല്ലാം സാധിച്ചു തരും എന്നുള്ള അഹങ്കാര മനോഭാവത്തിൽ കൂടി നിങ്ങൾ ചെല്ലല്ലേ. ആ മോശമായ മനോഭാവത്തിൽ കൂടി നിങ്ങൾ ചെല്ലല്ലേ. ഹൃദയശുദ്ധിയോടുകൂടി അള്ളാഹുവിനോട് യാചിച്ചു കൊണ്ട് വേണം നിങ്ങൾ ചെല്ലേണ്ടത്. അങ്ങനെ ഈ ദിക്ർ ചെല്ലിയാൽ ഇതിന് പ്രതിഫലം തന്നെ. എന്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ ഞാനതാ ചെല്ലാൻ പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ.
എന്നങ്ങ് ചെല്ലണം. ഇതൊരു 101 പ്രാവശ്യം ചെല്ലണം. അതിനുശേഷവും കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അള്ളാഹു എല്ലാ പ്രതിഫലങ്ങളും, എല്ലാ നഷ്ടത്തിൻ്റെ പരിഹാരങ്ങളും, എല്ലാ കുടുംബ ഭദ്രതകളും, എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ ഗുണങ്ങളും അള്ളാഹു തരും എന്നുള്ളതിലും സംശയം വേണ്ട. തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ചെയ്താൽ ഒക്കുമെങ്കിൽ ഒക്കാവുന്ന രീതിയിൽ കൂടി ഉത്തരം തരുന്നതുമാണ്.